നമസ്കാരം. നിങ്ങൾക്കാർക്കും അധികം പരിചയമില്ലാത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ഇതിൻ്റെ പേര് സ്വീറ്റ് സാന്തോൾ എന്നാണ്. മധ്യ ഏഷ്യയിൽ വളരുന്ന ഒരു ട്രോപ്പിക്കൽ പ്ലാന്റാണിത്. ഇത് ഇവിടെ നന്നായിട്ട് വളർന്നു നല്ല ഭംഗിയാണ്. ഇത് ചെടി നിൽക്കുന്ന ചെടിയല്ല, ഒരു മരമായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ പഴയ ഇലകൾ, അതായത് മുറ്റിയ ഇലകൾ നല്ല റെഡായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇലകളും കാണാൻ നല്ല ഭംഗിയാണ്. ആ മരം കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു പ്രത്യേകതരം മരമാണെന്ന്. ഈ മരം ഇതുവരെ പൂക്കുകയോ കായ്ക്കുകയോ ചെയ്തില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണെന്ന് നമുക്കും അറിയില്ല. ഇപ്പോഴും നമ്മൾ അതിനൊരു ടിപ്പ് ചെയ്തു. ആ ടിപ്പ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മരത്തിൻ്റെ മൂട്ടിൽ ബഡിൻ്റെ ഭാഗം മണ്ണ് മൂടി കയറി കിടക്കുകയായിരുന്നു. അത് കാരണം അത് പൂക്കുകയോ കായ്ക്കുകയോ ചെയ്തില്ല. ഈ വർഷം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചുറ്റുവട്ടത്തിൽ ഒരടി ചുറ്റളവിൽ മണ്ണ് മാറ്റി ബഡ് എക്സ്പോസ് ചെയ്തിട്ട് വെള്ളവും വളവും വെയിലും കൊള്ളത്തക്ക രീതിയിൽ നന്നായിട്ട് പൊതയിട്ട് വളവും വെള്ളവും കൊടുത്തു. അതുകൊണ്ട് ഇപ്രാവശ്യം അത് പൂക്കുകയും കായ്ക്കും എന്ന് തന്നെ പ്രതീക്ഷയിലാണ്. കാരണം ചെറിയ കായ്കൾ അതിനകത്ത് നിൽപ്പുണ്ട്. അത് പൊഴിഞ്ഞു പോകുമോ എന്നെനിക്കറിയില്ല. എങ്കിലും അത് ഇപ്രാവശ്യം ഞങ്ങൾക്കത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. അത് പൂവൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ പൂവ് തന്നെ ഒരു പ്രത്യേകതരം പൂവാണ്. മരം മുഴുവൻ പൂത്ത് നിൽക്കുകയാണ്. നല്ല ഭംഗിയിലാണ് അത് നിൽക്കുന്നത്. കായ്ക്കുമ്പോൾ ഒന്ന് നോക്കാം. എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും മരം പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. കായ്ക്കുന്നെങ്കിൽ കായ്ക്കട്ടെ. എങ്കിലും അതൊരു നല്ല ഒരു ഐഡിയ ആയിട്ട് എനിക്കും തോന്നുന്നുണ്ട്. ഈ ഫ്രൂട്ട് പ്ലാന്റ് മിക്കവാറും നമ്മൾ നല്ല നേഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങണം. ഞാൻ പറഞ്ഞു, നമ്മൾ നല്ല ഒരു പേര് കേട്ട ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങണം. കാരണം നമുക്ക് എപ്പോഴും ഈ ഫ്രൂട്ട് പ്ലാന്റ്സിനൊക്കെ നമുക്ക് എപ്പോഴും ചീറ്റിങ് നടക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇത് ഒരിക്കലും പെട്ടെന്ന് കായ്ക്കുന്ന മരമല്ലല്ലോ. 5 വർഷം കഴിഞ്ഞത് കായ്ക്കുമെന്ന് പറഞ്ഞാൽ ഇത് കായ്ച്ചില്ലോ, അപ്പോഴും നമ്മളിത് എവിടെ നിന്ന് വാങ്ങിയതെന്ന് നമ്മളൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നല്ല നേഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. ഈ ഒരു ടിപ്പ് ഒന്ന് ശ്രമിച്ച് നോക്കണം നിങ്ങളെല്ലാവരും. ഓക്കെ, വീണ്ടും കാണാം.